എല്ലാവർക്കും നമസ്കാരം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ച എങ്ങനെയുണ്ടാകുമെന്നറിയാനല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? അഗ്നിശുദ്ധിയുടെ നക്ഷത്രമായ കാർത്തികയുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഓം സൂര്യായ നമഃ. നമുക്ക് സൂര്യഭഗവാന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം അല്ലേ? ആ ശക്തിയോടെ ഈ ആഴ്ച നിങ്ങൾക്കായി എന്തൊക്കെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഈ ആഴ്ചയില് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നറിയാമോ? ആദ്യം തന്നെ കാർത്തിക നക്ഷത്രത്തിന്റെ ആ ഒരു സൗര്യ തേജസ്സിനെ പറ്റി നമ്മൾ സംസാരിക്കും. പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങളായ ജോലി, പണം ഒക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കും. അതുപോലെ കുടുംബവും ആരോഗ്യവും. ഏറ്റവും അവസാനം ഈ ആഴ്ച കൂടുതൽ ഭാഗ്യവും ഐശ്വര്യവും വരാനുള്ള കുറച്ച് പരിഹാരങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാർത്തിക നക്ഷത്രത്തിന്റെ ആ ഒരു അടിസ്ഥാന സ്വഭാവം എന്താണെന്നും ഈ ആഴ്ച നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത് എന്തായിരിക്കുമെന്നും ഒന്ന് നോക്കിയാലോ. നിങ്ങളുടെ നക്ഷത്രാധിപൻ ആരാണെന്നറിയാമോ? സാക്ഷാൽ സൂര്യൻ തന്നെ. അതുകൊണ്ട് തന്നെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയും കോൺഫിഡൻസും എല്ലാം നിങ്ങളുടെ കൂടെ പിറപ്പാണ്. ഒന്നോർത്തോളൂ, ഈ ആഴ്ച മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും അത് തന്നെ ആയിരിക്കും. ഈ ആഴ്ച നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷവാർത്ത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ല ദൈവാധീനം കൂടെയുണ്ട്. മനസ്സിൽ പുതിയ എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായി മുന്നോട്ടു പോകാം. തടസ്സങ്ങളൊക്കെ മാറി വഴി തെളിയും. പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, തീർച്ച. ശരി, ഇനി നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഈ ആഴ്ച നിങ്ങളുടെ ജോലിയും സാമ്പത്തിക കാര്യങ്ങളുമൊക്കെ എങ്ങനെയായിരിക്കും നോക്കാം. കരിയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു രക്ഷയുമില്ല. നിങ്ങൾ ശരിക്കും സൂര്യനെ പോലെ തിളങ്ങുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സർക്കാർ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല വാർത്തകൾ കേൾക്കാനാകും. ഇനി പണത്തിന്റെ കാര്യം നോക്കിയാലോ, അവിടെയും നല്ല മെച്ചമുണ്ട്. ചിലപ്പോൾ അച്ഛന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബ സ്വത്തിൽ നിന്നോ ഒക്കെ പണം വരാനുള്ള യോഗം കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലക്ഷ്മി ദേവി കൂടെയുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും ഒരു ചെറിയ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും പണം കടം കൊടുക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ജാമ്യം നിൽക്കുകയോ ചെയ്യുമ്പോൾ എന്തായിരിക്കും ശ്രദ്ധിക്കേണ്ടത്? അതിന്റെ ഉത്തരം ഇതാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ആ ഒരു സൂര്യ തേജസ് ചിലപ്പോൾ ജോലിസ്ഥലത്ത് അമിതമായ ദേഷ്യമായി പുറത്തു വന്നേക്കാം. അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കയ്യിൽ പണം വരുമ്പോൾ വെറുതെ ചെലവാക്കാനുള്ളൊരു തോന്നലുണ്ടാകും അല്ലേ? ആ അനാവശ്യ ചെലവുകളൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ആഴ്ച നിങ്ങൾക്ക് ഗംഭീരമാക്കാം. ഓക്കെ, അപ്പൊ ജോലിയും പണവും ഒക്കെ നമ്മൾ നോക്കി. ഇനി നിങ്ങളുടെ കുടുംബജീവിതവും ആരോഗ്യവും ഈ ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അല്ലേ? കുടുംബത്തിൽ പൊതുവെ നല്ല സമാധാനവും സന്തോഷവുമുള്ള ഒരാഴ്ചയായിരിക്കും ഇത്. അച്ഛനുമായുള്ള നിങ്ങളുടെ ബന്ധമൊക്കെ കൂടുതൽ ശക്തമാകും. ഇടയ്ക്ക് ചെറിയ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ ഒന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായാൽ മതി, എല്ലാം ശരിയാകും. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോകുന്നത് നിങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ ഊഷ്മളത നൽകും. ഇനി ആരോഗ്യത്തിന്റെ കാര്യമെടുത്താൽ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത്തേത്, നിങ്ങളുടെ നക്ഷത്രത്തിന് ഒരു ചൂടിന്റെ സ്വഭാവമുള്ളതുകൊണ്ട് ശരീരത്തിൽ ചൂട് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കണം കേട്ടോ. രണ്ടാമത്തെ കാര്യം, കണ്ണുകൾക്ക് എന്തെങ്കിലും ചെറിയ അസ്വസ്ഥത തോന്നിയാൽ അതിനെ നിസ്സാരമായി കാണരുത്. ഉടനെ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. പിന്നെ ദിവസവും ഒരു സൂര്യനമസ്കാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല എനർജിയും സമാധാനവും തരും. ശരി, ഇനി നമ്മൾ അവസാനത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും കൂടുതൽ ഐശ്വര്യം കൊണ്ടുവരാനും സഹായിക്കുന്ന കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് വൈബ് തരുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ലക്കി നമ്പറുകൾ 1ഉം 9ഉമാണ്. അതുപോലെ ഓറഞ്ചോ സ്വർണ്ണ നിറമോ ഉള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടുവരും. ആത്മീയമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നക്ഷത്രാധിപനായ സൂര്യനെയും അഗ്നിദേവനെയും പ്രാർത്ഥിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഞായറാഴ്ചകളിൽ സൂര്യഗായത്രി മന്ത്രം ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ തടസ്സങ്ങളൊക്കെ മാറാനായി അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയി ഒരു ധാര കഴിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം വീട്ടിൽ ഒരു വിളക്ക് കത്തിക്കുന്നത് വീട്ടിൽ ഐശ്വര്യം നിറയ്ക്കും. അപ്പോൾ ഈ ആഴ്ച നിങ്ങൾ ഓർക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്: നമ്മുടെ ഉള്ളിലെ അഹംഭാവം അങ്ങ് മാറ്റിവെച്ച് ഭക്തിയോടെയും വിനയത്തോടെയും മുന്നോട്ടു പോവുക. വിജയം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പറയൂ, ഈ ആഴ്ചയിലെ ഇത്രയും നല്ല അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ നിങ്ങളെല്ലാവരും തയ്യാറല്ലേ?